ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് DMK ലോക്സഭയിലെ ഇരിപ്പിടം മാറ്റണമെന്നാവശ്യപ്പെട്ട ലോക്സഭാ സ്പീക്കർക്ക് DMK MP കനിമൊഴി കത്തയച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിപ്പോൾ കോൺഗ്രസ് DMK സഖ്യത്തിൽ നിന്നും മാറി അത് TVKക്ക് പിന്തുണ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തീരുമാനങ്ങളും നിലപാടുകളിലേക്കൊക്കെ ആ പാർട്ടിക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത് കനിമൊഴിയുടെ ഈ മാറ്റമാണ്. ആ ഇരിപ്പിടം മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന ചോദ്യം നേരത്തെ മനീഷ് മുത്തോടും ചോദിച്ചിരുന്നു. അപ്പോൾ DMKക്കകത്ത് നടന്ന ചർച്ചകൾ എന്താണ്? പല രീതിയിലുള്ള ഊഹാപോഹങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളും ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. പ്രവിധ ലോക്സഭയിൽ ഇന്ത്യ സഖ്യമെന്ന സങ്കല്പത്തിന് വലിയ തിരിച്ചടിയാകുന്ന നിലപാടാണ് ഇപ്പോൾ DMK കൈക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കനിമൊഴി സ്പീക്കർക്ക് കത്തയച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് ലോക്സഭയിൽ ഇരിപ്പിടമായി ഇരിക്കുന്നത്. അവിടെ നിന്നും മാറി മറ്റൊരു ഇരിപ്പിടം ഈ DMK അംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോഴെന്തായാലും കനിമൊഴി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യം എന്ന സങ്കല്പം DMK പുറത്തു പോകുന്നതോടെ വലിയ തോതിൽ ഒരു ക്ഷീണമാകുന്നുണ്ട് ലോക്സഭയിൽ എന്നുള്ള കാര്യം. കോൺഗ്രസ് തങ്ങളെ പുറകിൽ നിന്ന് കുത്തി എന്നുള്ളൊരു വികാരം തന്നെയാണ്, ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ DMK ഉറച്ചു നിൽക്കുന്നത്. കാരണം ഒരു തരത്തിലും ചർച്ച ചെയ്യാതെയാണ് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ച് DMKയുമായുള്ള സഖ്യത്തിൽ നിന്ന് പുറത്തുപോയി TVKക്ക് ഒപ്പം ചേരുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് തന്നെ DMKയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറി മറ്റൊരു ഇരിപ്പിടം ഒരുക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കനിമൊഴി കത്ത് നൽകിയിരിക്കുന്നു. ഇത് ഏത് തരത്തിലായിരിക്കും അടുത്ത സഭാ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് വർഷകാല സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ ശീതകാല സമ്മേളനത്തിലും ഉരുത്തിരിയാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. നേരത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണ ബില്ല് അടക്കം കൊണ്ടുവന്നപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്ന് DMK എടുത്ത നിലപാട് അവരുടെ പോരാട്ടം എത്രത്തോളം ശക്തമായിരുന്നു, എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് കണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള ബില്ലുകൾ അടക്കം വരുമ്പോൾ അവിടെ DMK കൊണ്ടുവരാൻ പോകുന്ന, അല്ലെങ്കിൽ DMK ഉന്നയിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും, അവർ സമീപിക്കാൻ പോകുന്ന രീതി എന്തായിരിക്കും എന്നതെല്ലാം തന്നെ വലിയ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു. എന്തായാലും കോൺഗ്രസ് പുറത്തുപോയ സാഹചര്യത്തിൽ, അവർ തന്നെ സ്വയം ഈ ഒരു സഖ്യം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം എന്ന സങ്കല്പത്തിന്റെ ലോക്സഭയിലും വലിയ തിരിച്ചടിയാണ്. കാരണം DMK ഒരു പ്രത്യേക ഇരിപ്പിടം, അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ട് പുറത്തേക്ക് മറ്റൊരു ഇരിപ്പിടത്തിലേക്ക് DMK മാറുന്നു എന്നുള്ളതാണ് ഇതിനോടകം പറയാൻ സാധിക്കുക. എന്തായാലും സ്പീക്കർ അവർക്ക് പ്രത്യേക ഇരിപ്പിടം വൈകാതെ തന്നെ അനുവദിച്ചു നൽകുമെന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ വിവരങ്ങളായി ലഭിക്കുന്നത്. പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.